നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഒരു ഫ്രെയിം, പിന്നെ വാട്ടർ പ്രൂഫ് പ്ലൈവുഡ്, പിന്നെ ഒരു ഹോള് സെൻറ്ററിൽ. ഇത് 1 ഇഞ്ചിൻ്റെ ഹോളാണ്. പിന്നെ 1/4 റെഡ്യൂസർ. ഇത് നമ്മൾ ഈ റെഡ്യൂസർ യൂസ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗ്ലാസ് ഹോൾ ചെയ്യുമ്പോൾ ഗ്ലാസ് വന്നിട്ട് സെൻറ്ററിൽ വന്ന് വീഴാനും, പിന്നെ നമ്മൾ ഗ്ലാസ് ഹോൾ ചെയ്യുമ്പോൾ ഫോഴ്സിൽ നമ്മൾ ഈ ബിറ്റ് വന്ന് അടിയിലേക്ക് ഇറങ്ങും. അപ്പോൾ ബിറ്റ് വന്ന് ഇറങ്ങുമ്പോൾ ചക്ക് വന്നിട്ട് ഗ്ലാസ് മൂന്ന് ഇടിച്ച് ഗ്ലാസ് മൊത്തം പൊട്ടി പോകാതിരിക്കാനും, പിന്നെ ലാസ്റ്റ് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ നമ്മൾ ലൂബ്രിക്കൻ്റ് ചെയ്യുമ്പോൾ ലൂബ്രിക്കൻ്റ് ഉള്ളിൽ കൂടെ പോയി അടിയിൽ സ്റ്റോർ ചെയ്യാനും അതിന് വേണ്ടിയാണ് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതാണ് നമ്മൾ മാറ്റ് ഇടുന്നത്. മാറ്റ് ഇടുന്നത് പറഞ്ഞാൽ എല്ലാ ലെവലും ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ്. ഇതൊരു ടൈപ്പ് വൂളൻ ടൈപ്പ് മാറ്റാണ്, ഗ്രീൻ മാറ്റ്. ഇത് നമ്മൾ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗ്ലാസ് എല്ലാ സൈഡും ഈക്വലി കറക്റ്റായിട്ടിരിക്കും. നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ കറക്റ്റ് ഫോഴ്സ് കറക്റ്റ് ആവാനാണ്. ഇത് നമ്മൾ കട്ടൻ കടയിലൊക്കെ കിട്ടും ഈ മാറ്റ്. നമുക്ക് ഈ മാറ്റ് യൂസ് ചെയ്തിട്ടാണ് യൂസ് ചെയ്തുകൊണ്ട് ഒരു ടൈപ്പ് ഒരു വോളൻ ടൈപ്പ് മെറ്റീരിയലാണ്. ഇത് കറക്റ്റ് സൈഡിൽ എല്ലാ സൈഡിലും പ്രസ്സിങ് കറക്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മാറ്റ് യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ചില്ല് യൂസ് ചെയ്യുന്നത് 5mm 6mm ആണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. കാരണം വെച്ചാൽ അതിൻ്റെ താഴേക്ക് പോയി കഴിഞ്ഞാൽ ചില്ല് പൊട്ടിയും മേലേക്ക് പൂന്തോറും പൊട്ടാൻ ചാൻസ് കുറവുണ്ട്. പിന്നെ നമ്മൾ എങ്ങനെയാണ് ഇത് മെഷർ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഹോൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ വെർട്ടിക്കലും ഹൊറിസോണ്ടലാണ് ഇതിൻ്റെ ലൈൻ വരയ്ക്കേണ്ടത്. അതിൻ്റെ സെൻറ്ററിലായിട്ടാണ് നമ്മൾ ഈ ഹോൾ പിടിക്കേണ്ടത്. ഇപ്പോൾ ഒരു ഉദാഹരണം 14 ഇഞ്ചാണ് എങ്കിൽ 14 ഇഞ്ചിൻ്റെ ഹാഫാണ് നമ്മൾ വിടുത്ത് വെർട്ടിക്കൽ. ഇതാണ് അതിൻ്റെ പെൻസിൽ യൂസ് ചെയ്യേണ്ടത്. ഇത് നമ്മൾ ഗ്ലാസ്സിൽ യൂസ് ചെയ്യേണ്ട പെൻസിലാണ്. ഇതാകുമ്പോൾ ശരിക്കും നമുക്ക് ഗ്ലാസ്സിൽ വരയ്ക്കുമ്പോൾ കറക്റ്റായിട്ട് കാണാനും പിടിക്കാനും പറ്റും, പെട്ടെന്ന് മാഞ്ഞു പോവില്ല. ഇപ്പം നമ്മൾ മെഷർ ചെയ്യുന്നത് കറക്റ്റായിട്ട് മെഷർ ചെയ്യണം. ഇപ്പം നമ്മൾ വെർട്ടിക്കലായിട്ട് മെഷർ ചെയ്യുക, ഇനി ഹൊറിസോണ്ടലായിട്ട് അളക്കുക. അപ്പോൾ അളവ് ഓരോരുത്തരുടെ അളവ് ഓരോന്നായിരിക്കും. അപ്പോൾ അത് കാരണം എൻ്റെ അളവ് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മൾ വെർട്ടിക്കലും ഹൊറിസോണ്ടലും മെഷർ ചെയ്ത് കഴിയുമ്പോൾ പ്ലസ് പോലെ നമുക്ക് കിട്ടും. ആ പ്ലസിൻ്റെ സെൻറ്റർ ആയിരിക്കും നമ്മൾ ശരിക്കും ആ ഒരു സെൻറ്റർ കൊണ്ട് വയ്ക്കേണ്ടത്. അപ്പോൾ നമ്മൾ ശരിക്കും പ്ലസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്നുകൂടി കൺഫേം ആക്കുക സെൻറ്റർ കറക്റ്റാണെന്ന് നോക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ സെൻറ്റർ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ആ പ്ലസ് നമ്മൾ ആ സെൻറ്ററിലേക്ക്, ആ റെഡ്യൂസറിൻ്റെ സെൻറ്ററിലേക്ക് കറക്റ്റ് കൊണ്ടുവന്ന് വയ്ക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗ്ലാസ് ഡ്രില്ല് ചെയ്യുമ്പോൾ മീൻസ് ബിറ്റ് ചെയ്യുമ്പോൾ സെൻറ്ററിലേക്കായിരിക്കും അതിൻ്റെ ഫോഴ്സ് വരാം. ആ ഫോഴ്സ് വരുമ്പോൾ ബിറ്റ് വന്ന് ശരിക്കും വന്ന് ബാക്കിലോടുത്ത് വന്ന് ഇടിച്ച് നിൽക്കാതിരിക്കാനാണ്. ഞാനിത് മുമ്പ് കട്ട് ചെയ്തൊരു പീസാണ്. ഇത് വെച്ചിട്ടാണ് ഞാൻ അളവെടുക്കുന്നത്. ഞാൻ ഇത് ഗ്ലാസ് ഉപയോഗിച്ച് ഇതിൻ്റെ കോർണർ വരയ്ക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കൗണ്ടറിങ് ചെയ്യുന്നത് സ്റ്റാർട്ടിങ് കൗണ്ടറിങ് പോയിൻ്റ് ഇവിടെയാണ് വരുന്നത്. ഇവിടെ നിന്നാണ് അത് കറക്റ്റ് സ്ട്രെയിറ്റ് ആവുന്നത്. അപ്പോൾ അവിടെയാണ് നമ്മൾ വെച്ചാലാണ് നമുക്ക് കറക്റ്റ് അളവ് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ അതിൻ്റെ കോർണറിൽ വെക്കണം. ശരിക്കും അത് റെഡ്യൂസറിൻ്റെ കോർണറായിട്ട് വരും. ശരിക്കും അത് ബിറ്റ് ഗ്ലാസിൻ്റെ ബിറ്റ് സെൻറ്ററിലേക്കാണ് ശരിക്കും ഇറങ്ങി പോവുക. നമ്മൾ യൂസ് ചെയ്യുന്ന ബിറ്റ് ഇങ്ങനെ ഇതാണ് 30mm ഗ്ലാസ് ബിറ്റാണ്. കുറേ മേടിക്കാൻ കിട്ടും, നമ്മുടെ അവിടെയൊക്കെ കുറേ അവൈലബിൾ ആണ്. ഒരു 400, 200, 300 ആ റേഞ്ച് തൊട്ട് നമുക്ക് മേലേക്ക് കിട്ടും. 1000 രൂപയുടെ മേലേക്ക് ഉണ്ട് ബിറ്റുകൾ. ഞാൻ യൂസ് ചെയ്യുന്ന ഡ്രില്ല് ബ്ലാക്ക് ആൻഡ് ഡെക്കറിൻ്റെ ഡ്രില്ലാണ്. ഇത് ഫോർവേഡും ബാക്ക്വേഡും സ്ലോവും ഫാസ്റ്റും മീഡിയം നമുക്ക് എങ്ങനെ വേണമെങ്കിലും സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്ത് യൂസ് ചെയ്യാം. ഇത് മിനിമത്തിലാണ് ഇടുന്നത്. ഞാൻ ഓൾറെഡി റിവ്യൂ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ എൻ്റെ ലിങ്ക് ഇടാം. ഇതിൻ്റെ റിവ്യൂ നോക്കാം, ആവശ്യക്കാർക്ക് വേണമെങ്കിൽ വാങ്ങിക്കാം. ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ഡ്രില്ല്. അപ്പോൾ ഇതിൻ്റെ ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ അതിലുണ്ട്. പിന്നെ നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഇത് സാധാരണ ഡ്രില്ല് ചെയ്യണമാരെ ഫോർവേഡ് ക്ലോക്ക് വൈസ് ഡയറക്ഷനാണിത് തിരിയേണ്ടത്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഇനി മെയിനായിട്ടുള്ള ട്രിക്ക് എന്ന് പറയുന്നത് ഇതിൻ്റെ കട്ടിങ് ഓയിലാണ്. ഇതിൻ്റെ ലൂബ്രിക്കൻ്റ് യൂസ് ചെയ്യുന്നത്. ഇതാണ് കട്ടിങ് ഓയിൽ. ഇത് CNC അങ്ങനെ കട്ട് ചെയ്യണ സാധാരണ അങ്ങനത്തെ കടകളിലൊക്കെ കിട്ടും. കട്ടിങ് ഓയിൽ എന്ന് പറഞ്ഞാൽ മതി. ഇത് 100 ml 70-80 ml നമുക്ക് വെള്ളം ചേർക്കും. വെള്ളം മിക്സ് ചെയ്തിട്ടാണ്. അപ്പോൾ അത് ആവശ്യത്തിനനുസരിച്ച് ചേർക്കാം. പിന്നെ ഞാൻ യൂസ് ചെയ്തുകൊണ്ട് ഇതൊരു അക്വേറിയത്തിൻ്റെ പൈപ്പ് യൂസ് ചെയ്തിട്ടാണ് ഇതിൻ്റെ എയറിന് പോകാനുള്ള പൈപ്പാണ് ഞാൻ ഇത് വെള്ളം കൺട്രോൾ ചെയ്ത് ഇതിനെ വിടുന്നത്. അപ്പോൾ അത് യൂസ് ചെയ്തിട്ടാണ് ഞാൻ ചെയ്യുന്നത്. നമ്മൾ അക്വേറിയത്തിന് എയറേഷൻ കൊടുക്കുന്നതിൻ്റെ വാൽവാണ്. ഈ വാൽവ് നമ്മൾ യൂസ് ചെയ്ത് നമുക്ക് അടയ്ക്കാനും തുറക്കാനും പെട്ടെന്ന് തന്നെ പറ്റും. അതുപോലെ കൺട്രോൾ ചെയ്യാനും അതിൻ്റെ ഫ്ലോ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇതാണ് സ്ക്യൂസർ. നമ്മൾ എക്സസ് വരുന്ന പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടി സെൻറ്ററിലേക്ക് നമ്മൾ ഇതിന് തെക്കി ഒഴിച്ചു കൊടുക്കാനാണ് ഈ സ്ക്യൂസർ ചെയ്യുന്നത്. നമ്മൾ ഫസ്റ്റ് തന്നെ ചെയ്യുന്നത് കൗണ്ടർ പോയിൻ്റ് ഉണ്ട്. കൗണ്ടർ പോയിൻ്റ് ചെരിച്ച് വെച്ചിട്ട് ഫുൾ RPM വെച്ചിട്ട് വേണം നമ്മൾ ചെയ്യാൻ. സ്ലോയിൽ അടിക്കരുത്. സ്ലോയിൽ അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ തെന്നി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഫുൾ RPM കൊടുത്തിട്ട് വേണം നമ്മൾ ചെയ്യാൻ. ആ സെൻറ്റർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സെൻറ്ററിലേക്ക് കൊണ്ടുവരണം. സെൻറ്റർ ചെയ്തിട്ട് ചെരിച്ചിട്ട് വേണം സെൻറ്റർ ചെയ്ത് ചെരിച്ച് കഴിഞ്ഞ് സെൻറ്റർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മൾ ഈ കട്ടിങ് ഓയിൽ അവിടെ എത്തണം. കാരണം കട്ടിങ് ഓയിൽ ഒരാളുടെ സഹായത്തോടു കൂടി നമ്മൾ ഒഴിച്ചാലും കുഴപ്പമില്ല. കാരണം
ആസ് സൂൺ ആസ് പോസിബിൾ കട്ടിങ് ഓയിൽ എത്തിയില്ലെങ്കിൽ നമ്മൾ ബിറ്റ് കൂടുതൽ തേമാനം വരികയും സെൻറ്റർ നമ്മുടെ ചില്ല് പൊട്ടി സൈഡ് പിസറുകൾ പോകാൻ ചാൻസ് ഉണ്ട്. പൊട്ടി പോവില്ല, എന്നാലും പിസറുകൾ പോകാൻ ചാൻസ് ഉണ്ട്. അത് കാരണം നമ്മൾ കട്ടിങ് ഓയിൽ ചെയ്ത് ഇങ്ങനെ സ്ക്യൂസ് ചെയ്ത് ഒരാളുടെ സഹായത്തോടു കൂടി സ്ക്യൂസ് ചെയ്യണം ഒന്നുകൂടി നല്ലത്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻറ്റർ ചെയ്യുമ്പോൾ നമ്മൾ ഡ്രില്ല് ഒരിക്കലും ഷെയ്ക്കാവാൻ പാടില്ല. ഷെയ്ക്കായി കഴിഞ്ഞാൽ അത് ഹോളുടെ അളവിന് ബാധിക്കുകയും സെൻറ്റർ ചിലപ്പോൾ എഡ്ജസ് പൊട്ടാനും ചാൻസ് ഉണ്ട്. അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് കാരണം നമ്മൾ വേറെ ശ്രദ്ധിക്കണം. അത് കാരണം നമ്മൾ വേറെ ഉള്ള സഹായത്തോടു കൂടി യൂസ് ചെയ്യാണ് ഒന്നുകൂടി നല്ലത്. അപ്പോൾ നമ്മൾ 2 കൈ കൊണ്ട് പിടിക്കുകയും നമ്മൾ ഈ ഡ്രില്ല് ചെയ്യുമ്പോൾ നമുക്കൊരു മീഡിയം RPM എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവർ RPM ആയി കഴിഞ്ഞാൽ നമ്മൾ സെൻറ്ററിലേക്ക് തന്നെ കട്ടിങ് ഓയിൽ പോവില്ല. അപ്പോൾ അത് കാരണം ഒന്ന് നിർത്തി ഒന്ന് സ്ലോ ആക്കി ചെയ്ത് ഒന്ന് സ്പീഡ് കൂട്ടി അങ്ങനെ ഒരു മീഡിയം RPMത്തിൽ പിടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് കട്ടായി അത് ക്ലിയറായി പോവും. ഇങ്ങനെ ഇടയ്ക്ക് സ്ക്യൂസ് ചെയ്ത് കൊടുത്ത് ഇതിന് കുറേ ബിറ്റുകൾ ഇതിൻ്റെ ഹോൾസ് യൂസ് ചെയ്തുകൊണ്ട് 50-60 യൂസ് ചെയ്തുകൊണ്ടാണ് ഇത് സ്ലോയിൽ ആവുന്നത്. ഇത് ഇടയ്ക്കൊന്ന് എടുത്ത് കൊടുത്തിട്ട് കുറച്ചുകൂടി സെൻറ്ററിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഇതാവും. ഇത് തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇതിൻ്റെ മെയിൻ ടെക്നിക്ക് എന്ന് പറയുന്നത് ഇതിൻ്റെ കട്ടിങ് ഓയിൽ അല്ലെങ്കിൽ ഇതിൻ്റെ ഈ കട്ടിങ് ഓയിൽ ലൂബ്രിക്കേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ CNCയിലാണ് കട്ടിങ് ഓയിൽ യൂസ് ചെയ്യുന്നത് നമ്മൾ മെയിനായിട്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രിക്ഷൻ ഫോം ചെയ്യും, ഹീറ്റ് ഉണ്ടാവും. ഹീറ്റ് ഫോം ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ ബിറ്റ് തേമാനാവും. ഈ ചില്ല് നമുക്ക് പ്രിസൈസായിട്ട് അല്ലെങ്കിൽ ക്വാളിറ്റിയിൽ കട്ടായി കിട്ടില്ല. പക്ഷേ ഈ കട്ടിങ് ഓയിൽ യൂസ് ചെയ്യുന്ന കറക്റ്റായിട്ട് ഈ ചില്ല് കട്ടാവുകയും ഈ ബിറ്റ് കൂടുതൽ നമുക്ക് ഹോൾസ് അടിക്കാനും മെയിനായിട്ട് പറ്റും. അതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള കാര്യം. അപ്പോൾ നമ്മൾ ഇതുപോലെ തന്നെയാണ് ഹോൾ അടിക്കുന്നത്. അപ്പോൾ കൂടുതൽ ഹോൾ അടിക്കുന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഇതിനനുസരിച്ച് ഇത് റെഡ്യൂസറിൻ്റെ വലിപ്പം കൂട്ടാം അല്ലെങ്കിൽ ചെറുതാക്കാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഐഡിയ പോലെ തന്നെ നിങ്ങൾക്ക് ചെയ്യാം. ഇത്ര കണ്ടില്ല, ഹോൾ അടിച്ച് കഴിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ സെൻറ്ററിലേക്കാണ് ഇതിൻ്റെ വന്ന് നിൽക്കുക, അല്ലെങ്കിൽ ആ റെഡ്യൂസറിൽ വന്ന് നിൽക്കും. ഇത് കഴിഞ്ഞ് അവസാനം കഴിഞ്ഞ് ഇത് സ്ക്യൂസ് ചെയ്ത് സെൻറ്ററിലേക്ക്. അപ്പോൾ ഞാനിതിലൊരു ടെക്നിക്ക് യൂസ് ചെയ്ത് സ്ക്യൂസ് ചെയ്യുമ്പോൾ ഇത് സെൻറ്ററിൽ കൂടെ റെഡ്യൂസറിൻ്റെ ഉള്ളിൽ കൂടെ താഴേക്ക് വീഴുകയും താഴെ ഒരു ബക്കറ്റ് നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ബക്കറ്റിൽ നമുക്കിത് ശേഖരിക്കുകയും ചെയ്യാം. ശേഖരിച്ച് കഴിഞ്ഞ് നമുക്കിത് വീണ്ടും റീയൂസ് ചെയ്യാം. അത്രേ നമുക്കുള്ളൂ. അപ്പോൾ നമുക്ക് അധികം കട്ടിങ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കിത് വീണ്ടും റീയൂസ് ചെയ്ത് ചെയ്യാം. അത്രേ വരണുള്ളൂ. ഇതിൻ്റെ കട്ടിങ് ഓയിൽ വരുന്നത് ഒരു 200 രൂപ ലിറ്ററിന് ഇതിൻ്റെ കട്ടിങ് ഓയിൽ വരണുള്ളൂ. നമുക്കിതിൻ്റെ കട്ടിങ് ഇത് കഴിഞ്ഞു. ഇതിൻ്റെ കട്ടിങ് എങ്ങനെയുണ്ട് നോക്കാം. ഇത് കട്ടിങ് വളരെ നന്നായിട്ടുണ്ട്, അഡ്ജസ്റ്റ് ഒന്നുമില്ല, പെർഫെക്റ്റ് തന്നെയാണ് ശരിക്കും. അപ്പോൾ ഈ സ്ക്യൂസ് ചെയ്തത് എങ്ങനെയാണ് ഞാൻ സ്റ്റോർ ചെയ്ത് കാണിച്ചു തരാം. ഇത് കണ്ട അടിയിലൊരു ബക്കറ്റ് വെച്ചിട്ടുണ്ട്. ആ ബക്കറ്റ് മേലേന്ന് ഇതിൻ്റെ ഓയിൽ വീഴാണ് സാധാരണ ചെയ്യുക. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഒരു 3/4 ഇഞ്ചിൻ്റെ PVC താഴേക്ക് വെച്ച് കൊടുത്താൽ കുറച്ചുകൂടി ബക്കറ്റിലേക്ക് കറക്റ്റ് ഡയറക്റ്റായിട്ട് വീഴും. അപ്പോൾ ഇതൊരു ക്ലോത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വീണ്ടും ഫിൽറ്റർ ചെയ്യും. അപ്പോൾ ഇങ്ങനെയാണ് ഇത് ചെയ്യുക. അപ്പോൾ സാധാരണ നമ്മൾ ബിറ്റ് വാങ്ങിക്കാൻ പോയാൽ അവർ പറയും 3-4 കട്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയും. പക്ഷെ ആരും ഇങ്ങനത്തെ ഒരു ടെക്നിക്ക് പറഞ്ഞായിരിക്കും ചെയ്യാറില്ല. അപ്പോൾ നമുക്കൊരു എത്ര വേണമെങ്കിലും കട്ട് ചെയ്യാം, സ്ലോ ആവുകയുള്ളൂ. ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ 10, 70, 80 എണ്ണം 100 എണ്ണമൊക്കെ വരെ കട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ എൻ്റെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് 5mm 6mm ഗ്ലാസ്സാണ് കട്ട് ചെയ്യാൻ മെയിനായിട്ട് യൂസ് ചെയ്യേണ്ടത്. എൻ്റെ ഒരു അഡ്വൈസാണ്, താഴേക്ക് കട്ട് ചെയ്യാൻ പാടില്ല. പിന്നെ നിങ്ങൾ കട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ തന്നെ വേസ്റ്റ് ഗ്ലാസ് മേടിച്ച് കട്ട് ചെയ്യാൻ ആദ്യം തന്നെ അളവ് ഗ്ലാസ് മേടിച്ച് കട്ട് ചെയ്ത് ചിലപ്പോൾ പൊട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആദ്യം ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് വർക്ക് ചെയ്ത് നോക്കാം, എന്നിട്ട് തന്നെ ചെയ്യാൻ പാടുള്ളൂ. പിന്നെ കട്ട് ചെയ്ത് കഴിഞ്ഞതിന് സെയിം ഗ്ലാസ് തന്നെ വീണ്ടും അളക്കണമെന്ന് തന്നെ ആ കട്ട് ചെയ്ത ഗ്ലാസ്സിന് മേലെ കൂടെ വെച്ചിട്ട് വീണ്ടും ആ ഒരു പെൻസിൽ കൊണ്ട് വരച്ചതിന് കിട്ടും. കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ അളവ് അളക്കുക എന്നാണ് കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. എന്ന് വെച്ചാൽ കറക്റ്റ് അളവ് കിട്ടുന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ടുള്ള, അപ്പോൾ നമ്മളിങ്ങനെ വരച്ച് കഴിഞ്ഞ് പെൻസിൽ കൊണ്ട് ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് അളവ് കിട്ടും. അപ്പം നമുക്ക് സുഖമായിട്ട് മാർക്ക് ചെയ്യാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ആർക്കും ചെയ്യാവുന്നതുള്ളൂ. ഇതുപോലത്തെ ഒരു ഹോൾ അടിക്കാൻ 100 രൂപ മുതൽ 150, 200 രൂപ വരെ മേടിക്കണം. അപ്പോൾ ഇത് നമുക്ക് തന്നെ ചെയ്യാവുന്ന വളരെ യൂസ്. അപ്പോൾ അക്വേറിയം പോലത്തെ കുറേ ഉണ്ടാക്കുന്നവരൊക്കെ ഉണ്ട്, അവർക്കൊക്കെ വളരെ യൂസ്ഫുൾ ആവും. അപ്പോൾ ഫ്രണ്ട്സ്, ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ മറക്കാതെ പ്രസ് ചെയ്യുക.